ഹരേ കൃഷ്ണ. മഹിരാവണൻ വിഭീഷണന്റെ വേഷത്തിൽ രാമലക്ഷ്മണന്മാർ താമസിക്കുന്ന ഹനുമാന്റെ വാൽ കൊണ്ടുള്ള കോട്ടയിൽ കടന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഹനുമാൻ, ഞാൻ എങ്ങനെയാണ് താങ്കളെ പറഞ്ഞു മനസ്സിലാക്കിക്കേണ്ടത്? അതെനിക്ക് ഒട്ടും അറിയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഹനുമാൻ. അങ്ങ് എന്നെ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് സത്യമാണ്. ദശരഥൻ്റെയും ഭരതൻ്റെയും എൻ്റെയും വേഷത്തിൽ വന്ന് മഹിരാവണൻ അങ്ങയെ കബളിപ്പിച്ചതാവാം. അത് കേട്ട് ഹനുമാൻ പരിഭ്രാന്തനായി. എങ്കിൽ വരൂ, നമുക്ക് കോട്ടയ്ക്കുള്ളിൽ പോകാം. ഇരുവരും കോട്ടയ്ക്കുള്ളിൽ കടന്നപ്പോൾ രാമലക്ഷ്മണനെ ആരെ കണ്ടില്ല. ചതിച്ചോ? രാമലക്ഷ്മണന്മാരെ കാണുന്നില്ലല്ലോ. വിഭീഷണൻ ഭീതിയോട് വിളിച്ചു പറഞ്ഞു. ഇതാ, അവൻ ഇതിലൂടെയാകാം രക്ഷപ്പെട്ടിരിക്കുന്നത്. അടുത്ത് കണ്ട കുഴി കാണിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാനരന്മാർ മുഴുവനും ബോധശൂന്യരായി കിടക്കുന്നത് കണ്ട് ഹനുമാൻ പറഞ്ഞു, അയ്യോ, ആർക്കും ബോധമില്ല. എല്ലാവരും നല്ല ഉറക്കമാണ്. ഇതെല്ലാം മഹിരാവണൻ്റെ വിദ്യയാണ്. കണ്ടില്ലേ? ഈ പൊടി വിതറി എല്ലാവരെയും ഉറക്കി കിടത്തിയിട്ടാണ് അവൻ രാമലക്ഷ്മണന്മാരെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഭീഷണ, നമ്മൾ ഇനി എന്ത് ചെയ്യാനാണ്? ദുഃഖത്തോട് ഹനുമാൻ ആരാഞ്ഞു. നമുക്കെന്തായാലും ഇവരെ വിളിച്ചുണർത്താം. ഹേയ് സുഗ്രീവ, അങ്കദ! താമസിയാതെ എല്ലാവർക്കും ബോധം തിരിച്ചു കിട്ടി. സുഗ്രീവ, മഹിരാവണൻ നമ്മുടെ സ്വാമിയെ തട്ടിക്കൊണ്ടുപോയി. കഷ്ടം. എല്ലാം എൻ്റെ കുറ്റമാണ്. എൻ്റെ മടിത്തട്ടിൽ നിന്നല്ലേ ആ ദുഷ്ടൻ സ്വാമിയെ തട്ടിയെടുത്തത്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം സ്വാമിയെ കണ്ടുപിടിക്കാനുള്ള വഴികൾ ആലോചിക്കൂ. ഇത് പറയുന്നത് ജാംബവാനാണ്. സ്വാമിയെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഹനുമാൻ, നീ വിചാരിച്ചാൽ. അങ്കദൻ അത് പറഞ്ഞു മുഴുപ്പിച്ചു. ശരിയാണ്, ഹനുമാന് മാത്രമേ ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടെത്താനാകൂ, വിഭീഷണൻ പറഞ്ഞു. ഹനുമാൻ, സീതാദേവിയെ കണ്ടുപിടിച്ചതും മൃതസഞ്ജീവനി കൊണ്ടുവന്ന് ഞങ്ങളെ രക്ഷിച്ചതുമല്ലോ അങ്ങല്ലേ. ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടുപിടിക്കാനും അങ്ങ് തന്നെ സഹായിക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാനാവും. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് ഹനുമാൻ അവരോടായി പറഞ്ഞു, ഈ ലോകത്ത് എവിടെ ഒളിച്ചാലും